ഹാഷ്മി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് പ്രധാനമായിട്ടും? SK ഇന്നൊക്കെ 13 നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അതെ, ഇന്നും UDF തുടങ്ങി വെച്ച ഡീലിൽ ചുറ്റിത്തിരിയുന്നു കേരള രാഷ്ട്രീയം. ഡീൽ വിട്ടിട്ടില്ല. ഇന്ന് ഹാഷ്മി ഒരു പ്രധാന സംഭവം ഉണ്ടായി. അപ്പൊ നമ്മുടെ EA രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങായിരുന്നു തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ തറവാട്ടില്. അവിടെ വെച്ച് നമ്മുടെ മുകേഷ് അദ്ദേഹത്തെ കണ്ടു. സ്വന്തം സഹോദരി ഭർത്താവാണല്ലോ. മുകേഷിനെ കണ്ടപ്പോൾ പറയുന്നതിനിടയിൽ പല കാര്യങ്ങളും പറഞ്ഞതിനിടയിൽ ഞാൻ ഈ ഡീലിന്റെ കാര്യം ഓർമ്മിച്ചു. നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല, ഡീലോടെ ഡീൽ എന്ന് പറഞ്ഞു. ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ കാന്താരി സൂക്ഷിക്കണമെന്നും പറഞ്ഞു. വേറൊരു ഡീലാക്കാൻ ശ്രമിക്കുകയാണ്. പുള്ളി പറഞ്ഞു ഈ ഡീല് കുറച്ചു കാലം ചർച്ച ചെയ്യപ്പെടും. അത് ഒരു MLA എന്നുള്ള നിലയിലും അങ്ങനെ പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി VD സതീശൻ നേർക്കുനേർ ഫേസ് ഓഫിലേക്ക് പോകുന്നു. കാട്ട അതിരൂക്ഷമായ നേർക്ക് നേരാണ്, ശക്തമായി നേർക്കുന്ന VD സതീശൻ പറയുന്നത് അസംബന്ധമാണെന്ന് പറയുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നു അമിത്ഷാ പറഞ്ഞെടുത്ത് കുനിഞ്ഞെന്ന് ഒപ്പിട്ടത് PMC വെച്ചാൽ ഞാനല്ല, അത് പിണറായി ആണെന്ന് പറയുന്നു. അങ്ങനെ ഡീൽ അതിന്റെ അതിന്റെ കിരാതമായ രൂപത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞു പടർന്നു പിടിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്രനാളും അധികം ചർച്ച ഉണ്ടായിരുന്നില്ല, അത് ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഇന്നിപ്പോ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേഷ് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പറയുന്നതിന് ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുന്നു. ആദ്യമായാണ് അങ്ങനെ അഡ്മിഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ശബരിമല കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി എന്ന് VD സതീശൻ പറയുന്നുണ്ട്. പതിയാണെങ്കിൽ കൂടിയും അവിടെ ഇവിടെ ഇപ്പോൾ നേമത്ത് ഈ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ പതിയാണെങ്കിൽ കൂടി വികസനം കൂടി ചർച്ചയാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എസ്കേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.